ചേർന്ന് ഇനി പത്തനംതിട്ടയിലേക്ക് വി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ ജയശങ്കർ, പത്തനംതിട്ട ജില്ലയിലെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ പാരമ്യത്തിലെത്തിയോ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ? ഗുഡ് മോർണിംഗ് സ്കേനി. ശബരിമല സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും രാഹുൽ മാങ്കൂട്ടം വിഷയവുമൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയായ ഒരു ജില്ലയാണ് പത്തനംതിട്ട. ഇതിൻ്റെയൊക്കെ തന്നെ നേട്ടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷമുള്ളത്. കാരണം തങ്ങളുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ അന്വേഷണത്തിന്റെ ഭാഗമായി, അതുകൊണ്ട് തന്നെ തങ്ങൾക്കിതിൽ ഒരു ബന്ധവുമില്ല എന്ന കാര്യം ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ജില്ലയിൽ പ്രചരണം നടത്തിയത്. പക്ഷേ UDF ഇതിനെല്ലാം ഗണ്ഡിച്ചുകൊണ്ട് എല്ലാം LDF അറിഞ്ഞുകൊണ്ടാണ്, ഇടതുപക്ഷം അറിഞ്ഞുകൊണ്ട് എന്ന ഒരു പ്രചരണായുധമാണ് ജില്ലയിൽ ഉപയോഗിച്ചത്. ഒപ്പം തന്നെ NDAയും സർക്കാരിനെതിരെ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാക്കി. നിലവിൽ പൊതുവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇടതുപക്ഷത്തിന് ജില്ലാ പഞ്ചായത്തിലും ഡിവിഷനുകളിലും ഒപ്പം തന്നെ വാർഡുകൾ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് ഒരു ഹെഡ്ജുള്ള ജില്ലയാണ് നിലവിൽ പത്തനംതിട്ട. ഈ ആധിപത്യം അവസാനിപ്പിക്കാനാകുമെന്നൊരു പ്രതീക്ഷ UDFനുണ്ട്. ജില്ലയിലെ 4 നഗരസഭകളിൽ 3 അധികാരം പിടിക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. പത്തനംതിട്ട, അടൂർ, ഒപ്പം തന്നെ തിരുവല്ല എന്നീ നഗരസഭകൾ നിലനിർത്തുമെന്ന് അല്ലെങ്കിൽ നേടിയെടുക്കുമെന്ന് ഇടതുപക്ഷം പറയുന്നു. UDF അവകാശപ്പെടുന്നുണ്ട്, അതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെന്നും പറയുന്നു. പക്ഷേ ഇടതുപക്ഷം ഈ 4 നഗരസഭകളിലേക്ക് ആധിപത്യം ഉറപ്പിക്കുമെന്നാണ് പറയുന്നത്. കൈവിട്ടുപോയ പന്തളവും ഒപ്പം തന്നെ തിരുവല്ലയും തിരിച്ചു പിടിക്കുമെന്ന് അവർ പറയുന്നു. BJP സംബന്ധിച്ച് അവരുടെ നിർണായകമായ നഗരസഭ അത് പന്തളമാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഉൾപ്പെടെ അവിടെ എത്തി പ്രചരണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പന്തളത്ത് സ്റ്റാർ ക്യാമ്പയിനർ ഉൾപ്പെടെ BJP ഇറക്കി. അപ്പോൾ പന്തളം കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി കൂടുതൽ കൗൺസിലർമാരുമായി തിരിച്ചു പിടിക്കാമെന്നൊരു പ്രതീക്ഷ BJPക്കുണ്ട്. അങ്ങനെ വലിയ വാശിയേറിയ പോരാട്ടം പത്തനംതിട്ടയിലുണ്ട്. UDFനെ സംബന്ധിച്ച് തിരിച്ചു വരാനാകുമെന്ന വലിയ പ്രതീക്ഷ അത് നിയമസഭയിലും ഇഫക്ട് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇടതുപക്ഷവും പിന്നോട്ടെല്ലാവരും സമാനമായ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.